മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിയോ ടെക്നിക് എഞ്ചിനീയറിങ്ങിൻ്റെ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്തത് സോയിൽ എങ്ങനെ ഫോർമേഷൻ ചെയ്യുന്നു, അതേപോലെ തന്നെ അതിൻ്റെ ജിയോളജിക്കൽ സൈക്കിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്ന് വെച്ചാൽ സോയിൽസിന് ഫിസിക്കൽ ഓർ കെമിക്കൽ വെതറിങ് സംഭവിച്ചിട്ട് അതിന് ഡീകമ്പോസിഷൻ സംഭവിക്കുന്നു. ഈ ഡീകമ്പോസിഷൻ സംഭവിച്ച പാർട്ടിക്കിൾസ് പല ഏജൻസികളുടെ സഹായത്തോടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ ആ ട്രാൻസ്പോർട്ട് ചെയ്ത റെസിഡ്യൂസ് എല്ലാം തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഡെപ്പോസിറ്റിൽ നിന്ന് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഡെപ്പോസിറ്റുകളിൽ നമുക്ക് അപ്പിഹീലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, സോയിലിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ജിയോളജിക്കൽ സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ സോയിലിലെ 3 ഫേസ് ഡയഗ്രവും ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസും ദെൻ ഈ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഫങ്ഷൻ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോ ടെക് എഞ്ചിനീയറിങ്ങിൽ പാർട്ട് 2-ൽ ഫേസ് ഡയഗ്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫേസ് ഡയഗ്രം വരയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് സോയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കാം. സോയിൽ അവിടെ നിന്ന് ഡിഗ് ഔട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ഡിഗ് ഔട്ട് ചെയ്യുന്ന സോയിലിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സോളിഡ് മാറ്റേഴ്സ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും. ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സറായിരിക്കും മിക്കവാറും നമുക്ക് അവിടെ നിന്ന് എക്സ്കവേഷൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എത്രത്തോളം സോളിഡ് പാർട്ടിക്കിൾ ഉണ്ട്, എത്രത്തോളം വാട്ടർ പാർട്ടിക്കിൾ ഉണ്ട്, എത്രത്തോളം എയർ ഇൻക്ലൂഡ് ആണ്, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആ സോയിൽ എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും, അത് ഏത് ടൈപ്പ് ഓഫ് സോയിലാണ്, ഈ സോയിലിൻ്റെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഡെക്സ് പ്രോപ്പർട്ടീസും അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ സോയിലിനെ ഇങ്ങനെ 3 ഫേസ് ആയിട്ടുള്ള ഡയഗ്രമായിട്ട് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, ഇങ്ങനെ ഫേസ് ഡയഗ്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഡികോഡ് ചെയ്തെടുക്കുന്ന സോയിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എന്തായാലും ഈ സോയിൽ പാർട്ടിക്കിൾസിന് ഇടയിൽ കുറേ വോയിഡ്സ് ഉണ്ടാവും, പോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഈ വോയിഡ്സിൽ ആണ് അവിടെ വാട്ടറും അതുപോലെ തന്നെ എയറും കയറി നിൽക്കുക. അപ്പോൾ അങ്ങനെ കയറി നിൽക്കുന്ന എയറിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്രൗൺ കളറിലുള്ളത് സോയിലും ദെൻ ആ ബ്ലൂ കളറിൽ കാണിക്കുന്നത് ലിക്വിഡ് പാർട്ടിക്കിൾസും ദെൻ വൈറ്റ് കളറിലുള്ളത് എയറുമാണ്. അപ്പോൾ ഇതാണ് ഒരു എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന നമ്മളുടെ സോയിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് ഈ 3 മാറ്റേഴ്സ് ആയിരിക്കും. അതിൽ സോയിൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഓർഗാനിക് ഓർ മിനറൽ ആവാം, അതിൻ്റെ കോമ്പിനേഷൻ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് ഡയഗ്രമായിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുകയാണ് ചെയ്യുന്നത്. ഏറ്റവും താഴെ സോളിഡ്സ് ഉണ്ടാവും, ദെൻ അതിന് മേലെ വാട്ടർ, ദെൻ എയർ. ഇങ്ങനെ 3 ഫേസായി തിരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സോയിലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ഫേസസ് വരുന്നത് തന്നെ നമ്മൾ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ എന്നാണ് പറയുക. പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. അപ്പോൾ ഈ പാർഷ്യലി സാച്ചുറേറ്റഡ് ഉള്ള സോയിൽസിലാണ് ഇതുപോലെ എയർ, വാട്ടർ, സോളിഡ് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനെ നമ്മൾ എന്ത് പറയാം, 3 ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു വേറൊരു മേഖലയുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ സോയിലുള്ള എല്ലാ വോയിഡ്സും വാട്ടർ കൊണ്ട് ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ നമ്മൾ എന്ത് പറയുക, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോയിലിൽ വോയിഡ്സിൽ ഫുള്ളും തന്നെ എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എയർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ഫേസ് ആയിരിക്കും എന്ത് ചെയ്യുക, റെപ്രസെൻ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സോയിലിൽ ഫുൾ നമ്മൾ ഓവൻ ഡ്രൈ ചെയ്യണം. ഓവൻ ഡ്രൈ ചെയ്യുക പറഞ്ഞാൽ അതിലുള്ള മോയ്സ്ചർ എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് കിട്ടുന്ന സോയിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രൈ സോയിൽ എന്ന് പറയുന്നത്, അവിടെ സോയിൽ ഉണ്ടാവും, സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ സോളിഡ് മാറ്റേഴ്സ് ഉണ്ടാവും. ഈ സോളിഡ് മാറ്റേഴ്സിൻ്റെ വോയിഡ്സിലെല്ലാം തന്നെ എന്തായിരിക്കും? എയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് രണ്ട് ഫേസ് ഡയഗ്രാംസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേസ് ഡയഗ്രമാണ്. ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സോയിലുള്ള സോളിഡ് പാർട്ടിക്കിൾ, അതേപോലെ തന്നെ വാട്ടർ പാർട്ടിക്കിൾ, ദെൻ എയർ ഓർ അതർ ഗ്യാസസിനെ ഒരു ഡയഗ്രത്തിൻ്റെ പേരിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഫേസ് ഡയഗ്രാം യൂസ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, തന്നിരിക്കുന്ന ഫിഗർ എല്ലാവരും നോക്കുക. അപ്പോൾ അതിൽ വോളിയത്തിൻ്റെ ബേസിലാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന 3 ഫേസ് ഡയഗ്രാം ശ്രദ്ധിക്കുക. അവിടെ അതിൽ സോളിഡ് പാർട്ടിക്കിൾ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അപ്പോൾ വോളിയം ഓഫ് സോളിഡ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് VS ആണ്. വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് VW ആണ്. വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് VA ആണ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ഡയഗ്രത്തിൻ്റെ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? VS എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആയിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ V is equal to VS പ്ലസ് VW പ്ലസ് VA ആയിരിക്കും. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന വോയിഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, വോളിയം ഓഫ് വാട്ടറിൻ്റെയും വോളിയം ഓഫ് എയറിൻ്റെയും സമ്മേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വോളിയം ഓഫ് വോയിഡ്സ് VV is equal to VW പ്ലസ് VA ആയിരിക്കും. ഈ റിലേഷൻഷിപ്പിന് നമ്മൾ എന്ത് ചെയ്യുക? വെയ്റ്റിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ വെയ്റ്റിൽ വരുന്ന സമയത്ത് സോളിഡ് പാർട്ടികളുടെ വെയിറ്റ് എന്ന് പറയുന്നത് WSഉം വാട്ടറിൻ്റെ WW, എയറിൻ്റെ WA ആണ്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് WS പ്ലസ് WW പ്ലസ് WA ആയിരിക്കും. എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സോളിഡ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് എയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ ആക്ട് ചെയ്യുന്ന വോയിഡ്സ്, വെയിറ്റ് ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ വരിക വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് എയർ ആയിരിക്കും. അപ്പോൾ ഇവിടെ വെയിറ്റ് ഓഫ് എയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് വോയിഡ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ 3 ഫേസ് ഡയഗ്രത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോയിലിലെ ആദ്യത്തെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. ഫസ്റ്റ് വൺ വരുന്നത് വോയിഡ് റേഷ്യോ ആണ്. അപ്പോൾ വോയിഡ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. അപ്പോൾ ഇതാണ് വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ E ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ E is equal to VV/VS. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഏതാണെന്ന്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോറോസിറ്റി ആണ്. പോറോസിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ N ആണ്. ഇപ്പോൾ പോറോസിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ സാമ്പിൾ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഇൻ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ S ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വോയിഡ്സിൽ എത്ര വോളിയം ഓഫ് വാട്ടർ പ്രസൻ്റ് ആണ്, അതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡെഫിനിഷൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് കണ്ടെയ്ൻ വാട്ടർ ടു ദ ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. അപ്പോൾ വോയിഡ്സിലുള്ള ടോട്ടൽ വോളിയം ഓഫ് വാട്ടർ ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പെർസെൻറ്റേജിൽ തന്നെയാണ്. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് ആണ്. വാട്ടർ കണ്ടൻറ്റ് ഇസ് റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് വാട്ടർ ടു ദ വെയിറ്റ് ഓഫ് സോയിൽ സോളിഡ്സ് ആണ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ പെർസെൻറ്റേജ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമ്മൾ സ്പെസിഫിക് വെയിറ്റ് കൂടി പറയാറുണ്ട്. അത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ വെയിറ്റ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ യൂഷ്വലി നമ്മൾ 9.807 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെറ്റ് ഓർ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. Bulk unit weight is the measure of the amount of solid particle in addition to the
വാട്ടർ പെർ യൂണിറ്റ് വോളിയം പ്രസൻറ്റ് ഇൻ ദ സോയിൽ എന്ന് വെച്ചാൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് സോയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിലാണ്. അതാണ് വെറ്റ് ഓർ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ആണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു ദ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ഓഫ് സോയിൽ വെൻ ദ ടോട്ടൽ വോയിഡ് ഈസ് ഫിൽഡ് അപ്പ് വിത്ത് വാട്ടർ. അപ്പോൾ 100% സാച്ചുറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്ക് യൂണിറ്റ് വെയ്റ്റ് ആയിട്ട് എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ അതെങ്ങനെ ഡെഫിനേഷൻ വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഓഫ് സോയിൽ പ്ലസ് വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിലാണ്. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഓർ സ്റ്റാൻഡേർഡ് മീഡിയം. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ലിക്വിഡായിട്ട് എടുക്കുന്നത് വാട്ടറാണ്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടറാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു രണ്ടിൻ്റെയും ഡെൻസിറ്റി തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ അതൊരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 ആണ്. കാരണം ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. 1000 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ 1000 ഡിവൈഡ് ബൈ 1000 ആകുമ്പോൾ എന്താ വരും? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റികളാണ്. അപ്പോൾ സാൻഡ് ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.65 to 2.67 ആയിരിക്കും. സിൽറ്റി സാൻഡ് ആണെങ്കിൽ 2.67 to 2.7 ആയിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. ഓർ ഇൻഓർഗാനിക് ക്ലേ ആണെങ്കിൽ 2.7 to 2.8 ആയിരിക്കും. സോയിൽ വിത്ത് മൈക്ക ഓർ അയൺ ആണെങ്കിൽ 2.75 to 3 ആയിരിക്കും. ഓർഗാനിക് സോയിൽ ആണെങ്കിൽ ലെസ് ദാൻ 2 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 6 ഫണ്ടമെൻ്റൽ ഡെഫിനീഷൻസിൻ്റെ കുറച്ച് റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളുടെ 6 ഫണ്ടമെൻ്റൽ ഡെഫിനീഷൻസ് എന്ന് പറയുന്നത് വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ടർ കണ്ടൻറ്റ്, യൂണിറ്റ് വെയ്റ്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത്ര എണ്ണത്തിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ദ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ ഈസ് ഈക്വൽ ടു വി എസ്. അപ്പോൾ സ്മോൾ ലെറ്റർ ഈസ് ഈക്വൽ ടു വി ബൈ വി എസ്, വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഇതിനെ വോളിയം ഓഫ് സോളിഡ്സിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ടോട്ടൽ വോളിയം ഓഫ് സോയിൽ സാമ്പിൾ മൈനസ് വോളിയം ഓഫ് വോയിഡ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വി മൈനസ് വി ആവും. അപ്പോൾ ഈ ഹോൾ ഇക്വേഷൻ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ വി കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ എങ്ങനെ വരും വെച്ച് കഴിഞ്ഞാൽ വി ബൈ ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ വി ബൈ ക്യാപിറ്റൽ വി മൈനസ് വി ബൈ വി വരും. ഇതിൽ വി ബൈ വി എന്ന് പറയുന്നത് എന്താണ്? പോറോസിറ്റിയാണ്. എന്ന് വെച്ചാൽ വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ സാമ്പിൾ എന്ന് പറയുന്നത് പോറോസിറ്റിയാണ്. അപ്പോൾ എൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? 1. അപ്പോൾ 1 മൈനസ് ദെൻ അഗെയിൻ വോളിയം ഓഫ് വോയിഡ്സ് ടു ദ ടോട്ടൽ വോളിയം എന്ന് പറയുമ്പോൾ എൻ വരും. അപ്പോൾ വോയിഡ് റേഷ്യോ സ്മോൾ ലെറ്റർ ഇ ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ ആണ് വോയിഡ് റേഷ്യോയും പോറോസിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമുക്കതിനെ വേണമെങ്കിൽ അതർ വേർഡ്സിൽ പറയുകയാണെങ്കിൽ പോറോസിറ്റി ഈസ് ഈക്വൽ ടു വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ, എൻ എസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇയും കൂടി നമുക്ക് പറയാം. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് എമംഗ് വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വാട്ടർ കണ്ടൻറ്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ വെയ്റ്റ് ഓഫ് വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഗാമ ഡബ്ല്യു വി ഡബ്ല്യു. ഗാമ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഡെൻസിറ്റി ഓഫ് സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗാമ ഡബ്ല്യു ഇൻറ്റു ജി എസ് സ്പെസിഫിക് ഗ്രാവിറ്റി ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനെ
VW ഡിവൈഡഡ് ബൈ GS ഇൻറ്റു VS ആക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, വോളിയം ഓഫ് വോയിഡ്സ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും വെച്ച് കഴിഞ്ഞാൽ SE ഈസ് ഈക്വൽ ടു WG പറഞ്ഞ ഇക്വേഷനിലേക്ക് മാറാൻ പറ്റും. ഓക്കെ, നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയും വോയിഡ് റേഷ്യോയും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഇതിൽ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയ്റ്റ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ആയതുകൊണ്ട് മാസ് ബൈ വോളിയം ആണ്. മാസിൻ്റെ ടൈപ്പ് എടുക്കുന്ന സമയത്ത് ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സോളിഡ് അല്ലെങ്കിൽ വെയ്റ്റ് ഓഫ് സോളിഡ് പ്ലസ് വെയ്റ്റ് ഓഫ് വാട്ടർ ആണ്. ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് ക്യാപിറ്റൽ V വോളിയം ആണ്. അപ്പോൾ വോളിയം ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഓഫ് വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ആണ്. നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി എഴുതാൻ പറ്റും. വെയ്റ്റ് ഓഫ് വാട്ടറിന് നമുക്ക് വെയ്റ്റ് ഓർ മാസ് ആണല്ലോ, അപ്പോൾ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെയ്റ്റ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ അങ്ങനെയാണ് റോ W ഇൻറ്റു VW പ്ലസ് റോ S പ്ലസ് VS ഡിവൈഡഡ് ബൈ VS പ്ലസ് VV എന്ന് വരുന്നത്. ആ ഇക്വേഷൻ ഒന്ന് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ റോ ഇസ് ഈക്വൽ ടു SC പ്ലസ് GS ഡിവൈഡഡ് ബൈ 1 പ്ലസ് E ഇൻറ്റു റോ W പറഞ്ഞ ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത്ര നേരം പഠിച്ച കുറച്ച് റിലേഷൻഷിപ്പ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. അപ്പോൾ 2-3 ഇക്വേഷൻസ് മാത്രമാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ പറഞ്ഞത് SE ഈസ് ഈക്വൽ ടു WG ആണ്. അടുത്തത് റോ ഇസ് ഈക്വൽ ടു SC പ്ലസ് GS ഡിവൈഡ് ബൈ 1 പ്ലസ് E ആണ് ഇൻറ്റു ഗാമ W. ദെൻ പോറോസിറ്റിയുടെ ആണ് N ഇസ് ഈക്വൽ ടു E ബൈ 1 പ്ലസ് E. ദെൻ ഡ്രൈ ഡെൻസിറ്റി ഗാമ D ഈസ് ഈക്വൽ ടു ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡ് ബൈ 1 പ്ലസ് W. ഈ ഇത്രയും ഇക്വേഷനാണ് നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നത്. അടുത്ത് വരാൻ പോകുന്നത് കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക് റിലേഷൻഷിപ്പാണ് മാസ് ഡെൻസിറ്റി മാസ് യൂണിറ്റ് വെയിറ്റും ആയിട്ടുള്ളത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വെച്ചായിരിക്കും മിക്കവാറും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോയിസ്റ്റ് യൂണിറ്റ് വെയിറ്റ് ഓഫ് എ സോയിൽ ഈസ് 19.2 kN/m³. Given that GS 2.9 and W is equal to 9.8%. Determine dry unit weight, void ratio, porosity and degree of saturation. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ ഗിവൺ ഡാറ്റാസ് ആദ്യം എടുത്ത് എഴുതാം. അപ്പോൾ ഇതിൽ ഗിവൺ ഡാറ്റാസ് എന്ന് പറയുന്നത് മോയിസ്റ്റ് യൂണിറ്റ് വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ബൾക്ക് ഡെൻസിറ്റിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് 19.2 kN/m³. അപ്പോൾ ഗാമ ഇസ് ഈക്വൽ ടു 19.2. ദെൻ GS എന്ന് പറയുന്നത് എന്താ, സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്, അത് 2.9. ദെൻ W ഇസ് ഈക്വൽ ടു 9.8%. W എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഡ്രൈ ഡെൻസിറ്റിയാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡ്രൈ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡ് ബൈ 1 പ്ലസ് W. അതിലെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അതിൽ തന്നിരിക്കുന്ന അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും വെച്ച് കഴിഞ്ഞാൽ 19.2 ഡിവൈഡ് ബൈ 1 പ്ലസ് 9.8 ഡിവൈഡ് ബൈ 100. അതിൽ 9.8%ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 100 ആവുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ അടുത്ത കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വോയിഡ് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് നേരത്തെ നമ്മൾ മെമ്മറൈസ് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട്, ഗാമ D ഈസ് ഈക്വൽ ടു GS റോ W ഡിവൈഡ് ബൈ 1 പ്ലസ് E പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അതിലെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ 1 പ്ലസ് Eൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ അതിൽ Eയുടെ വാല്യൂ എന്ത് ചെയ്യുക, 0.15 എന്ന് കിട്ടും. ദെൻ അടുത്തത് പോറോസിറ്റിയാണ്. E കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ പോറോസിറ്റി കിട്ടും. പോറോസിറ്റി N ഇസ് ഈക്വൽ ടു വോയിഡ് റേഷ്യോ ഡിവൈഡ് ബൈ 1 പ്ലസ് വോയിഡ് റേഷ്യോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പോറോസിറ്റിയും കിട്ടും. ദെൻ അടുത്തത് നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ SE ഈസ് ഈക്വൽ ടു WGS എന്ന് പറഞ്ഞ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ S ഇസ് ഈക്വൽ ടു WGS ഡിവൈഡ് ബൈ E എന്ന് കിട്ടും. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 51.7% കിട്ടും. അപ്പോൾ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എക്സസൈസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫീൽഡ് ഡെൻസിറ്റി ടെസ്റ്റിംഗ് ഹാസ് ഷോൺ ബൾക്ക് ഡെൻസിറ്റി ഓഫ് എ കോമ്പാക്ട് റോഡ് ബേസ് ടു ബി 2.06 gram per cc with a water content of 11.6%. Specific gravity of a soil grain is 2.69. Calculate the dry density, porosity, void ratio and degree of saturation. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ബൾക്ക് ഡെൻസിറ്റി ആണ്, അതേപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലം എല്ലാവരും ചെയ്യുക. എന്നിട്ട് ബുധനാഴ്ച തന്നെ ഇതിൻ്റെ അസൈൻമെൻറ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ.